ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മങ്കട മുളകിൽ ഇട്ടതാണ്. അപ്പം നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ മങ്കടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇത് മണ്ടേന്നെയാണ്, ഈ മണ്ടയിലെ ആദ്യത്തെ ആ ചിറകുകളൊക്കെ അവിടുന്ന് ചെത്തിയാണ് മാറ്റിയിട്ടാണ് തൊലി കളയുന്നത്. അപ്പോൾ നമുക്ക് മീൻ പെട്ടെന്ന് തൊലി കളയാൻ എളുപ്പമാണ്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കറിക്ക് ആവശ്യമായ വെളുത്തുള്ളി ഒക്കെ പൊളിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഒരു വലിയ സബോള ഇടണം, അരിഞ്ഞിടണം. പിന്നെ ഒരു നല്ല പഴുത്ത ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ ചട്ടിയിലിട്ട് നല്ലപോലെ ഇട്ട് ഇളക്കണം. ഈ ഇളക്കുന്നതിനിടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം വരട്ടിയെടുക്കാൻ. അതിൻ്റെ കൂടെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ആവി കയറി വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഊറ്റണം. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു വലിയ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അവയൊന്ന് കൈയെടുക്കാതെ കുറച്ച് നേരം ഈ മുളക് പൊടിയുടെയൊക്കെ ഒന്ന് പച്ച മണം മാറുന്ന വരെ ഒന്നിട്ട് കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേണ്ടി ഇതിൻ്റെ അകത്തോട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആദ്യം കറിക്കിലോട്ട് ഊറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇച്ചിരി വെള്ളം ഊറ്റി അതൊന്ന് ഇളക്കി ആ മസാലയെല്ലാം ഒന്ന് ഈ സവോളയോ വെള്ളത്തിനോട് അലിയിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് പുളി ചേർക്കണം. പുളി ചേർക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പുളി ഇട്ട് നിങ്ങളെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഊറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് തിളക്കി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മങ്കട മീൻ ഓരോന്നായിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്ന് വീതം വേണം ഇടാൻ, എല്ലാം കൂടി എടുത്ത് ഇടരുത്. ഞാൻ ഇത് 2 കിലോ മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മീനും ഇട്ടിട്ടില്ല, കുറച്ച് ഇതിൽ നിന്ന് വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് മീൻ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ മീനും ഇട്ട ശേഷം ഈ ചാറിലോട്ട് ഈ മീനൊക്കെ ഒന്ന് മുക്കി നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് എണ്ണ വിട്ട് മാറി വരുന്ന ഇതുണ്ട്, മീനെല്ലാം വെന്ത് വരുന്നത്. ഇതാണ് നമ്മുടെ മീൻ കറിയുടെ കറക്റ്റ് ഭാഗം. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെക്കണം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഊറ്റി അതിലോട്ട് ഒരു 1/4 ഭാഗമോളം സവോള കുനുകുന അരിഞ്ഞത്, കട്ടി കുറച്ച് അരിഞ്ഞത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. എൻ്റെ ആ ഉലുവയും കൂടി ചേർത്ത് ഉലുവയൊന്ന് മൂത്ത് വരണം. ആ മൂത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഈ താളിച്ചെടുത്ത ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മീനൊക്കെ ഉടയാതെ നമുക്കിത് സാവധാനം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മങ്കട മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.